ഓക്കെ, സോ നമുക്കറിയാം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് രണ്ട് വിധത്തിൽ പ്രിപ്പയർ ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്, ഒന്ന് ഇൻഡയറക്റ്റ് മെത്തേഡ്. സോ ഇൻഡയറക്റ്റ് മെത്തേഡ് നമ്മൾ ഓൾറെഡി കുറച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. സോ ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഫോമാറ്റാണ് ഇപ്പോൾ പറയുന്നത്. ഡയറക്റ്റ് മെത്തേഡിൽ വ്യത്യാസം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീൻ്റെ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കുന്നതിൽ മാത്രമാണ്. ബാക്കിയൊക്കെ സെയിം ആണ്. ഷോയു ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആയിരിക്കും. ഫൈനാൻസിങ് ആക്ടിവിറ്റി നേരത്തെ ചെയ്ത പോലെ തന്നെ ആയിരിക്കും. അതിന് ശേഷം വരുന്ന പാർട്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ആയിരിക്കും. ഓൺലി ഡിഫറൻസ് ഇസ് ദി കാൽക്കുലേഷൻ ഓഫ് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. സോ അതിൻ്റെ ഫോമാറ്റ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിന് ഓപ്പറേറ്റിംഗ് റിസീറ്റും ഓപ്പറേറ്റിംഗ് പേയ്മെൻറ്റുമായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്താണ് ഈ ഓപ്പറേറ്റിംഗ് റിസീറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ബിസിനസ് ചെയ്യുമ്പം ഒരു കമ്പനിക്ക് കിട്ടുന്ന ഇൻകംസ്. ഓക്കെ, റിസീറ്റ്സ്, സെയിൽ നടക്കുന്ന പൈസ കിട്ടുന്നല്ല, റെഗുലറായിട്ട് നടക്കുന്ന ബിസിനസ്സും ഉണ്ട്. ഡെറ്ററിൻ്റെ ഇടയ്ക്ക് നിന്ന് പൈസ കിട്ടുന്നു, കമ്മീഷൻ ഫീ റിസീവ്ഡ്, റോയൽറ്റി റിസീവ്ഡ്. സോ ഇങ്ങനെയുള്ള ഐറ്റമാണ് ക്യാഷ് റിസീറ്റിൽ വരിക. ഓക്കെ, സോ ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുക. പിന്നെ വരുന്ന ക്യാഷ് പേയ്മെൻ്റ് ആണ്. ക്യാഷ് പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് പർച്ചേസ്, ക്യാഷ് ഇത് സെയിൽ. അപ്പോൾ ഇവിടെ പർച്ചേസ്, ഇവിടെ റിസീവ്ഡ് ഫ്രം ഡെറ്റർ. അപ്പോൾ ഇവിടെയോ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റർ. പിന്നെ ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, സാലറി ആവാം, റെൻ്റ് ആവാം, ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്ത സാലറി, റെൻ്റ് എന്തായിക്കോട്ടെ, എന്തൊരു എക്സ്പെൻസും നമുക്ക് ഈ ഒരു പാർട്ടിൽ എഴുതാം. ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏതൊരു എക്സ്പെൻസും നമുക്കിവിടെ എഴുതാം. എന്നിട്ടോ ഈ റിസീറ്റിൻ്റെ ഈ ടോട്ടലിന് പേയ്മെൻറ്റിൻ്റെ ഈ ടോട്ടൽ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടും ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ. ഓക്കെ, ഇനിയോ, ഇനി നമ്മൾ അതിനകത്തുനിന്ന് ഇൻകം ടാക്സ്, ഇവിടെ ആ കറണ്ട് അസറ്റ് കറണ്ട് ലാബിലിറ്റി ഒന്നും നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുകയേ വേണ്ട. നമ്മൾ നേരത്തെ ചെയ്ത ഈ സാധനം ഒന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് വേണ്ട, ആഡ് ബാക്ക് ചെയ്യണ്ട, അതിൽ നിന്ന് ലെസ് ചെയ്യണ്ട, ഈ കറണ്ട് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഈ സംഭവം ചെയ്യണ്ട. ഓക്കെ, പിന്നെയോ അതിൽ നിന്ന് ഇൻകം ടാക്സ് ലെസ് ചെയ്യുക. എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുക. We will get net cash from operating activities. ഓക്കെ, സോ ഇതിൽ ഇത്ര വലിയ കഷ്ടമൊന്നുമില്ല. നമ്മൾ എന്ത് മാത്രം നോക്കിയാൽ മതി, ക്യാഷ് സെയിൽ, ക്യാഷ് റിസീവ് ഫ്രം ഡെറ്റേഴ്സ്, കമ്മീഷൻ ഫീ റിസീവ്, റോയൽറ്റി, ക്യാഷ് പർച്ചേസ്, ക്യാഷ് പേ ടു ക്രെഡിറ്റർ. ഓക്കെ, ബട്ട് ഇതിൽ പ്രശ്നങ്ങൾ എന്താ വരികയെന്ന് വെച്ചാൽ, ഇതിൽ നമുക്ക് അധികവും ഇതൊന്നും ഡയറക്റ്റായിട്ട് അങ്ങോട്ട് തരൂല. ഏത്, ചിലപ്പോൾ ക്യാഷ് സെയിൽ തരൂല, ചിലപ്പം ക്യാഷ് റിസീവ് ഫ്രം ഡെറ്റർ തരൂല, ചിലപ്പോൾ ഇത് തരൂല, ചിലപ്പം ഇതൊന്നും തരൂല. സോ ആ സമയം നമ്മൾ ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കണം. 4 തരം അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചാൽ ഈ ഒരു സംഭവം ഈസിയാണ്. ഒന്ന് ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടാണ്, ഒന്ന് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടാണ്, ഒന്ന് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ആൻഡ് ബിൽസ് പേയബിൾ അക്കൗണ്ട്. ഈ 4 അക്കൗണ്ട് വരഞ്ഞാൽ മാത്രമേ നമുക്ക് ഡയറക്റ്റ് മെത്തേഡിൽ എസ് എ പ്രോബ്ലത്തിൽ വരുന്ന ഒരു കണക്ക് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കതിൻ്റെ ഫോമാറ്റ് നോക്കാം. ഞാൻ ഓൾറെഡി സിംഗിൾ എൻട്രിയിൽ ഈ ഒരു പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എനിവേ നമുക്ക് പറയാം. അപ്പോൾ ഞാൻ ഡെറ്റർ അക്കൗണ്ടാണ് വരയുന്നത്. ഡെറ്റർ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, ഡെറ്റർ ഒരു അസറ്റാണ്. സോ നമ്മളിവിടെ ഓപ്പണിംഗ് ബാലൻസ് എഴുതണം. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് എഴുതുകയാണെങ്കിൽ നമുക്കറിയാം ക്ലോസിംഗ് ബാലൻസ് ഇവിടെ എഴുതണം. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ്. ഓക്കെ, ഇനി ഡെറ്റർ കൂടുകയാണെങ്കിൽ ഇവിടെ എഴുതണം, ഡെറ്റർ കുറയാണെങ്കിൽ ഇവിടെ എഴുതണം. നമ്മൾ കടത്തിനൊരു സാധനം ബിസിനസ് വിറ്റാൽ, ക്രെഡിറ്റിന് സെയിൽ ചെയ്താൽ ഡെറ്റർ കൂടൂലേ? കൂടും അല്ലേ? സാധനം കടത്തിന് കൊടുക്കുമ്പോൾ അല്ലേ ഡെറ്റർ ഉണ്ടാവുക. സോ ക്രെഡിറ്റ് സെയിൽ ഇവിടെ എഴുതണം. ഇനി ഡെറ്റർ ഇടയ്ക്ക് പൈസ കിട്ടിയാൽ ഈ ഡെറ്ററിൻ്റെ ബാലൻസ് കുറയും. സോ അത് ഇവിടെ എഴുതണം. ഇവിടെ നിങ്ങൾ നന്നായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് എഴുതണം. ക്യാഷ് റിസീവ് ഫ്രം ഡെറ്റർ. ഓക്കെ, അതേപോലെ ഇവിടെ ഡെറ്റർ ക്യാഷിന് പകരം നിങ്ങൾക്ക് ബിൽ റിസീവബിളാണ് തരുന്നതെങ്കിലും നിങ്ങൾ ഈ ഭാഗത്ത് എഴുതണം. ബിക്കോസ് അതിന് കണക്കായിട്ട് ഡെറ്റർ കുറയും, ബില്ല് കൂടും. എനിവേ ഇവിടെ എഴുതണം.
ക്യാഷിന് പകരം ബിൽ റിസീവബിളാണ് തരുന്നതെങ്കിൽ. ഇനി സെയിൽസ് റിട്ടേൺ ഉണ്ടെന്ന് വെച്ചോ, വാങ്ങിയ സാധനം തിരിച്ചു തന്നാലും നമ്മളെ ഡെറ്ററിൻ്റെ ബാലൻസ് കുറയും. സോ ഇവിടെ കാണിക്കണം. ഡെറ്ററിന് എന്തെങ്കിലും ഡിസ്കൗണ്ട്, എന്തെങ്കിലും എലവൻസ്, അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മളിവിടെ കാണിക്കണം. ഓക്കെ. ഇനി ബാഡ് ഡെറ്റ് ഉണ്ടെന്ന് വെച്ചോ, ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിലും ഡെറ്ററിൻ്റെ ബാലൻസ് കുറയണം, അതും ഇവിടെ കാണിക്കണം. ദിസ് ഈസ് ദ ഫോമാറ്റ് ഓഫ് യുവർ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട്. ഓക്കെ ഓക്കെ അല്ലേ. ഇനി ഞാൻ ബിൽ റിസീവബിൾ അക്കൗണ്ടാണ് വരാം. ബിക്കോസ് ബിൽ റിസീവബിൾ അക്കൗണ്ട്, ഡെറ്ററിൻ്റെ അക്കൗണ്ടിൽ ബിൽ റിസീവബിൾ കാണുന്നില്ല. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എൻട്രി ഉണ്ടാവും. സോ ഹിയർ ഓൾസോ അഗെയിൻ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ വരും, ക്ലോസിംഗ് ബാലൻസ് ഇവിടെ വരും. ഓക്കെ. ബിൽ റിസീവബിളിന് നമുക്ക് ക്യാഷ് കിട്ടുമ്പം ബൈ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് ഇവിടെ എഴുതണം. ബില്ല് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡിസ്കൗണ്ട് ചെയ്യുമ്പം ബൈ ബാങ്ക് എന്ന് ഇവിടെ എഴുതണം. ഇനി ഡിസ്കൗണ്ട് ചാർജസ് ബൈ ഡിസ്കൗണ്ട് ഓൺ ബിൽ റിസീവബിൾ, വല്ല ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ കാണിക്കണം. ഇനി ഇതിന് കൗണ്ടറായിട്ട് ഇവിടെ ആര് വരും? ടു ഡെറ്റർ വരും. ഓക്കെ. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആയിക്കോളും. ഫോമാറ്റ് മനസ്സിലാക്കി പഠിക്കുക. ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ്, ബിൽസ് റിസീവബിളിന് ക്യാഷ് കിട്ടുമ്പോൾ, ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പം ബില്ലിന് ഡിസ്കൗണ്ട് കൊടുക്കുമ്പം, എന്നിട്ട് ഇവിടെ ഇതിൻ്റെ ഒരു കറസ്പോണ്ടിങ് എൻട്രി. ഓക്കെ ഓക്കെ. ഇത് ബിൽ റിസീവബിൾ റിസീവ്ഡ് ഫ്രം ഡെറ്റർ ആണ്. ബിൽ റിസീവബിൾ റിസീവ്ഡ് ഫ്രം ഡെറ്റർ, അതിൻ്റെ എൻട്രി ആണ് ഈ രണ്ട്. ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റർ. ഓക്കെ. അടുത്തത് ക്രെഡിറ്റർ ആണ്. സി ഇതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് വരും ക്രെഡിറ്റർ. സി ഇവിടെ വരും ഓപ്പണിംഗ് ബാലൻസ്, ഇവിടെ വരും ക്ലോസിംഗ് ബാലൻസ്. ഓക്കെ. ഇവിടെ വരും ക്രെഡിറ്റ് പർച്ചേസ്. മറ്റതിൽ സെയിലാണ്, ഇവിടെ വരും ഇവിടെ ക്രെഡിറ്റ് സെയിൽ, ഇവിടെ വരും ക്രെഡിറ്റ് പർച്ചേസ്. ആൻഡ് ഹിയർ ക്യാഷ് റിസീവ്ഡ് ഇവിടെ എഴുതേണ്ട. അപ്പോൾ ക്രെഡിറ്ററിന് ക്യാഷ് കൊടുത്താൽ ഇവിടെ. ഓക്കെ. ഇനി ഇവിടെ ബിൽ റിസീവബിൾ കാണാം, ബട്ട് ഇവിടെ നമുക്ക് ബിൽസ് പേയബിൾ ഇഷ്യൂഡ് വരാം. ഓക്കെ. ബിൽസ് പേയബിൾ ഇഷ്യൂഡ്. ഇവിടെ സെയിൽസ് റിട്ടേൺ ആണെങ്കിൽ ഇവിടെ ആര് വരും? പർച്ചേസ് റിട്ടേൺസ്. ഞാൻ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ എന്താ ഇങ്ങനെ എഴുതുന്നതെന്നൊക്കെ എൻ്റെ സിംഗിൾ എൻട്രീൻ്റെ ആ വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എക്സാം അടുത്ത്, സോ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകുന്നില്ല. സോ ഇവിടെ സെയിൽസ് റിട്ടേൺ, ഇപ്പുറത്ത് പർച്ചേസ് റിട്ടേൺ. ഹിയർ ഓൾസോ ഡിസ്കൗണ്ട് അലൗഡ് ആണെങ്കിൽ ഇവിടെ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആയിരിക്കും. ഓക്കെ. സോ ഇത്ര തന്നെ ക്രെഡിറ്റർ അക്കൗണ്ട് കിട്ടും. ഇനി നമ്മളെ ലാസ്റ്റ് അക്കൗണ്ട് ആണ്. അടുത്തത് ബിൽസ് പേയബിൾ അക്കൗണ്ട് ആണ്. സോ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ വരും, ക്ലോസിംഗ് ബാലൻസ് ഇവിടെ വരും. ഓക്കെ. ബിൽസ് പേയബിളിന് ക്യാഷ് കൊടുത്താൽ, സോ ഹിയർ ഇറ്റ് വിൽ കം ടു ക്യാഷ്. ഓക്കെ. പിന്നെ എന്നാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഇതില്ലേ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്ത് നമ്മൾ ബൈ ക്രെഡിറ്റർ എന്ന് എഴുതണം. ഓക്കെ. ഇതാണ് മാക്സിമം ഓഫ് യുവർ ദീസ് 3 അക്കൗണ്ട്സിൻ്റെ ഫോമാറ്റിൽ മാക്സിമം വരുന്ന ഐറ്റംസ്. ഓക്കെ. നിങ്ങൾക്ക് മാക്സിമം വരുന്ന ഐറ്റം. ഓക്കെ. ഡിസോണേർഡിൻ്റെ കാര്യമൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഓക്കെ അല്ലേ. ഈ ഫോമാറ്റ് പഠിക്കാണ്ടും ഈ ഒരു ഫോമാറ്റ് ഡയറക്റ്റിൻ്റെ ആയിക്കോട്ടെ ഇൻഡയറക്റ്റിൻ്റെ ആയിക്കോട്ടെ, ഫോമാറ്റ് പഠിക്കാണ്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുകയേ വേണ്ട. സോ 2 മെത്തേഡിൻ്റെ ഈ ഫോമാറ്റ് നിങ്ങൾ പഠിക്കണം. ഡയറക്റ്റ് മെത്തേഡിൻ്റെ കൂടെ നിങ്ങൾ ഈ 4 എണ്ണം തറവായി പഠിച്ചിരിക്കണം. ഡെറ്റർ, ബിൽ റിസീവബിൾ, ടോട്ടൽ ക്രെഡിറ്റർ, ബിൽസ് പേയബിൾ അക്കൗണ്ട്. ഞാനിപ്പോൾ എഴുതി തന്നത് തന്നെയാണ്. സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ ഓക്കെ. സോ ഇനി ഡയറക്റ്റ് മെത്തേഡിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം. ഇപ്പോൾ ബിസിനസ് റിലേറ്റ് ചെയ്ത് പല എക്സ്പെൻസസുകളുണ്ട്. വേജ് ഉണ്ട്, റെൻ്റ് ഉണ്ട്, സാലറി ഉണ്ട്, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ടാവും. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് വേജ് തരും, ഇത്രയാണ് റുപ്പീസ്, ഇത്ര വേജ് തരും. കൂടാണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഔട്ട്സ്റ്റാൻഡിങ് വേജ് ബിഗിനിങ്ങിൽ ഇത്ര, ഔട്ട്സ്റ്റാൻഡിങ് വേജ് എൻഡ്, അതായത് ക്ലോസിങ് ഇത്ര,
പ്രീപെയ്ഡ് വേജിൻ്റെ ഓപ്പണിംഗ് ഇത്ര, പ്രീപെയ്ഡ് വേജിൻ്റെ ക്ലോസിംഗ് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഡീഷണലി കുറച്ച് കൂടുതൽ കാര്യങ്ങൾ തരുമ്പം എങ്ങനെയാണ് ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, വെരി സിമ്പിൾ. എക്സ്പെൻസ് എത്രയാണോ ഇവിടെ തന്നിരിക്കുന്ന, വേജ് എത്രയാണോ അത് നമ്മളിവിടെ എഴുതുന്നു. അതിൻ്റെ കൂടെ ബിഗിനിങ്ങിലുള്ള, അതായത് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ്ങും ക്ലോസിംഗ് പ്രീപെയ്ഡും ആഡ് ചെയ്യണം. എപ്പോഴും തലതിരിഞ്ഞു പോകുന്നതാണ് കുട്ടികളെടുത്ത്. ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ഓപ്പണിംഗ് ബാലൻസും പ്രീപെയ്ഡിൻ്റെ ക്ലോസിംഗ് ബാലൻസും വേണം നമ്മൾ ഇവിടെ ആഡ് ചെയ്യാൻ. ബിക്കോസ് ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഔട്ട്സ്റ്റാൻഡിങ് ആയതാണ്. സോ ഈ വർഷം അത് പേ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് അത് ആഡ് ചെയ്യണം. ഓക്കെ, സോ ഔട്ട്സ്റ്റാൻഡിങ് ബിഗിനിങ്ങിലുള്ളത് ആഡ് ചെയ്യണം, പ്രീപെയ്ഡ് എൻഡിലുള്ളത് ആഡ് ചെയ്യണം. ലെസ് ചെയ്യേണ്ടത്, അപ്പോൾ എന്തായിരിക്കും ലെസ് ചെയ്യേണ്ടത്? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ക്ലോസിങ്ങും പ്രീപെയ്ഡിൻ്റെ ഓപ്പണിങ്ങും നമ്മൾ ഈ എക്സ്പെൻസിൻ്റെ കൂടെ ലെസ് ചെയ്യണം. ഈയിടെ കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് നമ്മൾ ഇവിടെ ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതൂലേ, അതിൽ വേജ് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. ആ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മളെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് എടുത്ത് എഴുതേണ്ടത്. ഇത്രയും കാര്യം നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഡയറക്റ്റ് മെത്തേഡിൽ പ്രോബ്ലം ചെയ്യാൻ പറ്റും. നമുക്കൊരു പ്രോബ്ലം എടുത്ത് നോക്കാം. ഇനി ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തലാണ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എടുക്കേണ്ട സെയിൽ ക്യാഷ് സെയിലാണ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എടുക്കേണ്ട പർച്ചേസ് ക്യാഷ് പർച്ചേസ് ആണ്. ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിലും ഒക്കെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിലൊക്കെ നമ്മൾ ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ ഡെറ്ററിൻ്റെ അക്കൗണ്ടിലാണ് എഴുതുക, ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ ഇവിടെ ക്രെഡിറ്റർ അക്കൗണ്ടിലാണ് എഴുതുക. സോ ഇൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ? ക്യാഷ് സെയിലും ക്യാഷ് പർച്ചേസും, ക്യാഷ് റിലേറ്റഡ് തിങ്സ് മാത്രം, അതും ഓർമ്മിക്കണം. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് സ്ക്രീനിൽ കാണുന്നത്. ഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾ ഓക്കെ ലെറ്റ് സി. അടുത്തത് ഫസ്റ്റ് ഷെയർ ക്യാപിറ്റൽ നിങ്ങൾക്കറിയാം ഫൈനാൻസിങ് ആക്ടിവിറ്റി ആണ്. ജനറൽ റിസർവ് ആഡ് ബാക്ക് ചെയ്യണം, പക്ഷേങ്കിൽ ദിസ് ഈസ് അവർ ഡയറക്റ്റ് മെത്തേഡ്. സോ ഈ സാധനം നമ്മൾ പരിഗണിക്കുന്നില്ല. റീറ്റെയിൻഡ് ഏർണിങ്സ് ഇൻഡയറക്റ്റ് മെത്തേഡിലാണെങ്കിൽ ആവശ്യമുണ്ട്, ഡയറക്റ്റ് മെത്തേഡിൽ നമുക്ക് ആവശ്യമില്ല. 6% ഡിബഞ്ചർ ഫൈനാൻസിങ് ആക്ടിവിറ്റി ആണ്, നമുക്കറിയാം ഇഷ്യൂ ആണോ റിഡംഷൻ ആണോ നോക്കണം. ലോൺ അഗെയിൻ ഫൈനാൻസിങ് ആക്ടിവിറ്റി ആണ്. സൺട്രി ക്രെഡിറ്റർ നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസിൽ വരുന്നതാണ്, ബട്ട് ഡയറക്റ്റ് മെത്തേഡിൽ നമുക്കിത് ആവശ്യമില്ല. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് ആവശ്യം ഉണ്ട്, എന്താവശ്യമെന്ന് നമുക്ക് പറയാം. പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് ആവശ്യമുണ്ട്, ആവശ്യമില്ല, ഏതാവശ്യമുണ്ടെന്നറിയോ? ഇത് പ്രീവിയസ് ഇയറിലത് നമ്മൾ ഈ വർഷം പേ ചെയ്യും അല്ലേ, പെയ്ഡ് ചെയ്യും. സോ ഈ ഒരു പേ ചെയ്യുന്ന സാധനം മാത്രം ആവശ്യമുണ്ട്, ഇത് നമുക്ക് ആവശ്യം ഇല്ല ഇൻ ഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, ഇതെല്ലാം നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ് വെച്ച് പഠിച്ചേക്കണേ മക്കളെ, അല്ലാണ്ട് നിങ്ങൾക്ക് അവിടെ പോയാൽ ഏതാ എടുക്കേണ്ടതെന്നൊക്കെ കൺഫ്യൂഷൻ വരും. പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് 2010 ഉണ്ട്, 11 ഉണ്ട്. 10 ഇപ്പം പേ ചെയ്തിട്ടുണ്ടാവുന്ന നമ്മൾ അസ്യൂം ചെയ്യുക. സോ പെയ്ഡ് മാത്രം നമുക്ക് വേണം, ഏത് വേണ്ട? P&L അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമുക്ക് ഡയറക്റ്റ് മെത്തേഡിൽ ആവശ്യം ഇല്ല. ദെൻ അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഇങ്ങനെ ലെസ് ചെയ്ത് തന്നാൽ നമ്മൾ ഇതൊന്നും കാണേണ്ട കാര്യമില്ല. ഫിക്സഡ് അസറ്റ് ഇതാണെന്ന മീനിങ്. സോ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ഇൻക്രീസ് ആണ്. സോ പർച്ചേസ് ആണ്. സോ ഇറ്റ് ഈസ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. സ്റ്റോക്ക് നമുക്ക് ഇവിടെ ആവശ്യം ഇല്ല, ബിക്കോസ് ഡയറക്റ്റ് മെത്തേഡ് ആണ്. സൺട്രി ഡെറ്റർ നമുക്ക് ആഡോ ലെസ്സോ ചെയ്യേണ്ട, പക്ഷേ നമുക്ക് ഡെറ്റർ അക്കൗണ്ട് വരയണമെങ്കിൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് നമുക്ക് വേണം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും ക്രെഡിറ്റർ കേട്ടോ, നമുക്ക് ഈ ആഡോ ഡിക്രീസോ നോക്കണ്ട, പക്ഷേ നമ്മുടെ അക്കൗണ്ട് വരയാൻ നമുക്ക് ആവശ്യമുണ്ട്. ഇത് നമുക്ക് ആവശ്യമുണ്ട്, അറിയാതെ എഴുതേണ്ട ഓപ്പണിംഗ് ക്ലോസിംഗ്. പ്രീപെയ്ഡ് എക്സ്പെൻസും നമുക്ക് ആവശ്യം ഉണ്ട്, എവിടെയെന്ന് പറയാം. പ്രിലിമിനറി എക്സ്പെൻസ് നമുക്ക് ആവശ്യമില്ല, ബിക്കോസ് ഇൻഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ ഇത് ആഡ് ബാക്ക് ചെയ്യും, പക്ഷേ നമ്മളിവിടെ ചെയ്യുന്നത് ഡയറക്റ്റ് മെത്തേഡാണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി പ്ലസ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി പ്ലസ് ഫൈനാൻസിങ് ആക്ടിവിറ്റി ആണ് നമ്മൾ ചെയ്യുക. ഇതിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കാണണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെത്തേഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ബിക്കോസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാലാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കാൻ പറ്റുക. ഓക്കെ, ഫോമാറ്റ് എടുക്കുക എല്ലാവരും.
എല്ലാവരും ഫോമാറ്റ് എടുക്കുക. ഡയറക്റ്റ് മെത്തേഡിൻ്റെ സി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട്. ക്യാഷ് സെയിൽ, ക്യാഷ് റിസീവ് ഫ്രം ഡെറ്റർ, കമ്മീഷൻ, ഫീ, റോയൽറ്റി. ഇനി പേയ്മെൻ്റ് ആണെങ്കിൽ ക്യാഷ് പർച്ചേസ്, ക്രെഡിറ്ററിൻ്റെ അടുത്ത് നിന്ന് കൊടുക്കുന്ന പൈസ, എല്ലാ എക്സ്പെൻസുകളും. സോ ദീസ് ഓൾ ആർ റിലേറ്റഡ് ടു ദി സ്റ്റേറ്റ്മെൻറ്റ് അല്ല ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആണ് നമ്മൾ മോർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കണ്ടുപിടിക്കാൻ. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി സെയിലാണ്. സെയിൽ എന്ന് പറയുമ്പോൾ ബിസിനസ്സിന് വരുമാനം വരും. സോ അത് റിസീറ്റ് ആണ്. ഇനി നമുക്കറിയാം, നമ്മൾ ക്യാഷ് സെയിൽ മാത്രമേ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതുള്ളൂ, ക്രെഡിറ്റ് സെയിൽ എഴുതില്ല. അപ്പോൾ ഇതിൽ കൺഫ്യൂഷനായി ഇത് ഏത് സെയിലാണ്, ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ? നിങ്ങൾക്ക് രണ്ട് രീതിയിൽ അസംഷൻ കൊടുക്കാം. ബട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെ ക്രെഡിറ്റ് സെയിലായിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഞാനിതിന് ക്രെഡിറ്റ് സെയിലായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ് സെയിലായിട്ട് ട്രീറ്റ് ചെയ്താൽ ഇത് എവിടെ എഴുതണ്ട? നമ്മുടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് റിസീറ്റിൻ്റെ അണ്ടറിൽ ക്യാഷ് സെയിൽ എന്ന് പറഞ്ഞിട്ട് ഇത് കാണിക്കാൻ പാടില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ സെയിലിനെ പറ്റി പഠിച്ചു. ഇതെനിക്ക് ആവശ്യമുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് എനിക്ക് ആവശ്യമില്ല. പർച്ചേസ് ആവശ്യമുണ്ട്. എഗെയിൻ ഒന്നും പറയുന്നില്ല പർച്ചേസ്, ഒന്നും പറയുന്നില്ലെങ്കിൽ ക്യാഷോ ക്രെഡിറ്റോ ആവാം. ബട്ട് ആസ് പെർ യുവർ ടെക്സ്റ്റ് ബുക്ക് ഇറ്റ് ഈസ് ക്രെഡിറ്റ് പർച്ചേസ്. ക്ലോസിംഗ് സ്റ്റോക്കിന് എനിക്ക് വേണ്ട. വേജ് വേണം, ബിക്കോസ് എക്സ്പെൻസ് ആണ് അല്ലേ, ബിസിനസ് റിലേറ്റ് ചെയ്ത എക്സ്പെൻസ് ആണ്. സോ വേജ് എനിക്ക് ആവശ്യമുണ്ട്. ഇതൊന്നും എനിക്ക് വേണ്ട. എക്സ്പെൻസ് ആണ്, ബിസിനസ് റിലേറ്റഡ് എക്സ്പെൻസ് ആണ്, ആവശ്യമുണ്ട്. പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് എനിക്ക് ആവശ്യമില്ല. ഡിപ്രിസിയേഷൻ എനിക്ക് ആവശ്യമില്ല. പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് എനിക്ക് ആവശ്യമില്ല. ജനറൽ റിസർവ് എനിക്ക് ആവശ്യമില്ല. ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞ് നമുക്കറിയാം ഫൈനാൻസിങ് ആക്ടിവിറ്റിയിൽ കാണിക്കണം. സോ അത് ആവശ്യമുണ്ട്. വേറൊന്നും നമുക്ക് ആവശ്യമില്ല. സി നമ്മൾ എത്ര ടിക്കായിട്ടതിൽ എത്രയാ വേണ്ടാത്ത ഐറ്റംസ് ഇല്ല. വേണ്ടാത്ത മീൻസ് നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് അത്രക്കാരം ഒന്നും ആവശ്യം ഇല്ല. ഇനി എപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ആരും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം ഡെറ്റർ അക്കൗണ്ടും ക്രെഡിറ്റർ അക്കൗണ്ടും. ബിൽസ് റിസീവബിൾ, ബിൽസ് പേയബിൾ എന്ന് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ രണ്ട് അക്കൗണ്ടും നിങ്ങൾ വരഞ്ഞിരിക്കണം. ബട്ട് ഇവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ രണ്ട് അക്കൗണ്ട് നിങ്ങൾ വരയണം. സോ ഡെറ്റർ അക്കൗണ്ട് വരയുക. ഓപ്പണിംഗ് ബാലൻസ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എടുത്തിട്ട് ഇവിടെ എഴുതണം. പിന്നെ എന്താ വരിക? നമ്മുടെ ക്രെഡിറ്റ് സെയിലും വരും. ഈ 3 ഐറ്റമാണ് നമ്മൾ ഡെറ്റർ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. ഓപ്പണിംഗ്, ക്ലോസിംഗ്, പിന്നെ ഇതും. പിന്നെ നമ്മൾ ബാലൻസ് ചെയ്താൽ നമുക്ക് കിട്ടും ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റർ. ഓക്കെ അല്ലേ? ഇതേപോലെ ക്രെഡിറ്റർ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ഇവിടെ എഴുതി, ക്ലോസിംഗ് ഇവിടെ എഴുതി, പർച്ചേസ് ഉണ്ടല്ലോ ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ എഴുതി. ബാലൻസ് ചെയ്താൽ നമുക്ക് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്ററും കിട്ടും. ഓക്കെ അല്ലേ? ഈ രണ്ടെണ്ണം ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഫോമാറ്റിൽ നമുക്കറിയാം ഓപ്പറേറ്റിംഗ് ക്യാഷ് സെയിൽ ഇല്ല, ക്യാഷ് റിസീവ് ഫ്രം ഡെറ്റർ ഉണ്ട്, ഇതുമില്ല. സോ ഇതാണ് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് റിസീറ്റ് എന്ന് ഹെഡിങ് കൊടുക്കുക. അതിലൊരേ ഒരു ഐറ്റേ വരൂ, ക്യാഷ് റിസീവ് ഫ്രം ഡെറ്റർ. ക്യാഷ് പേയ്മെൻറ്റ് എന്ന് ഹെഡിങ് കൊടുക്കുക, ക്യാഷ് പെയ്ഡ് ടു. ഇത് നമ്മൾ ഡെറ്റർ അക്കൗണ്ടിൽ നിന്ന് കിട്ടി, ഇത് നമ്മൾ ക്രെഡിറ്റർ അക്കൗണ്ടിൽ നിന്ന് കിട്ടി. അടുത്തത് വേജസ് ആണ്. ഏതൊരു എക്സ്പെൻസ് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടാലും ആ എക്സ്പെൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്ത് ഔട്ട്സ്റ്റാൻഡിങ് വേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് വേജിൻ്റെ ഓപ്പണിംഗ് ഇത്, ക്ലോസിംഗ് ഇത് അല്ലേ? അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് വേജിൻ്റെ ഓപ്പണിംഗ് ഇത്, ക്ലോസിംഗ് ഇത്. സോ ദിസ് ഈസ് യുവർ വേജ് 40,000. ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ബിഗിനിങ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ക്ലോസിംഗ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഞാൻ അത് തന്നെ ഇവിടെ ചെയ്തപ്പോൾ എനിക്ക് 38,000 കിട്ടി. ആ 38,000 ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അതേപോലെ അടുത്ത വേറൊരു എക്സ്പെൻസ് ഉണ്ട്, സൺട്രി എക്സ്പെൻസ്. എന്തൊരു എക്സ്പെൻസ് കിട്ടിയാലും അതിന് റിലേറ്റ് ചെയ്ത് ഔട്ട്സ്റ്റാൻഡിങ് പ്രീപെയ്ഡ് ഉണ്ടോ നോക്കണം. ഇവിടെ ഒരു പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസിൻ്റെ ഓപ്പണിംഗ് ലെസ് ചെയ്യണം, ക്ലോസിംഗ് ആഡ് ചെയ്യണം. സോ ഞാൻ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓപ്പണിംഗ് ലെസ് ചെയ്തു, ക്ലോസിംഗ് ആഡ് ചെയ്തു. സോ ഐ ഗോട്ട് 2,08,000. സോ ഞാൻ അതാണ് ഇവിടെ എഴുതി ഇരിക്കുന്നത്. ഓക്കെ. ഇനിയോ അതിനകത്തുനിന്ന് ഇൻകം ടാക്സ് പേ ചെയ്തത് മൈനസ് ചെയ്തു,
പിന്നെ കഴിഞ്ഞ്. പിന്നെ നമ്മുടെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫൈനാൻസിങ് ആക്ടിവിറ്റി, പിന്നെ നമ്മുടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് ആഡ് ചെയ്യുന്നു. ഓക്കെ, ബാക്കിയെല്ലാം ആസ് യൂഷ്വൽ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾക്ക് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സിൻ്റെ അക്കൗണ്ട് വരഞ്ഞ് കാണാം. ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ്. നിങ്ങളോട് ഞാൻ മുന്നേ നമ്മൾ ചെയ്തതാണ്. ഓപ്പണിംഗ് ബാലൻസ് പേ ചെയ്തതായിട്ടും ഇതിനെ P&L അക്കൗണ്ടിലേക്ക് മാറ്റിയതായിട്ടും കാണിക്കണം. സോ നമുക്ക് ഏത് മാത്രമേ ഇവിടെ വേണ്ടുള്ളൂ? പേ ചെയ്തത് മാത്രം. ഓക്കെ, ഇഫ് യു ആർ ഡൂയിങ് പ്രോബ്ലം ഇൻ ഇൻഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾ ഇതിവിടെ നിന്ന് ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. നെറ്റ് പ്രോഫിറ്റിന് ആഡ് ബാക്ക് ചെയ്യേണ്ട വരും.